എല്ലാവർക്കും നമസ്കാരം. PRN പുന്നാടി എന്ന യൂട്യൂബ് ചാനലിലേക്ക് കൃത്യമായ സ്വാഗതം. ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു വിഷയവുമായിട്ടാണ് വന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു മഹിളാ മന്ദിരം സന്ദർശിക്കാൻ അവസരമുണ്ടായി. ഒരു വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് അവിടുന്ന് ഒരു അനാഥ പെണ്ണിനെ വിവാഹം എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഈ മഹിളാ മന്ദിരത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ചൈൽഡ് ലൈനിൻ്റെ ഒരു ഓഫീസുണ്ട്. കേരളത്തിലെ ബാലാവകാശ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് കുറേ സമയം ഈ വിശ്രമിക്കേണ്ടതുണ്ട്, അവിടെ കുറേ സമയം കാത്തിരിക്കേണ്ടതുണ്ട്. ഈ മുറിയിലേക്ക് ഇതിൻ്റെ ആ തൊട്ടടുത്ത സ്ഥലത്ത് നമ്മൾ പോയി ഇരുന്നു. അപ്പോൾ അവിടെ ഒരു ചേച്ചി ഒരു 13 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടിയെയും ഒരു ഹിന്ദിക്കാരനെയും കൂട്ടി അവിടെ വരുന്നത് കണ്ടു. ഹിന്ദിക്കാരനെയും കൂട്ടി വന്നിട്ട് അപ്പോൾ അവിടുന്ന് അവർ സംസാരിക്കുമ്പോഴാണ് മനസ്സിലായത് ഈ ഹിന്ദിക്കാരൻ ഈ കുട്ടിയെ തൻ്റെ നാട്ടിൽ നിന്ന്, നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇവിടെ പണിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷെ ഇവിടെ ബാലവേല, ബാലഭിക്ഷാടനം ഇതൊക്കെ നിരോധിക്കപ്പെട്ടൊരു സ്ഥലമായതുകൊണ്ട് അവർ ആ കുട്ടിയെ ചൈൽഡ് ലൈനിൻ്റെ പ്രവർത്തകരായിട്ടുള്ള അവർ കൊണ്ടുവന്നു. അങ്ങനെ അവരുടെ കസ്റ്റഡിയിലേക്ക് വെച്ചു. ഹിന്ദിക്കാരനോട് പറഞ്ഞു, ആ കുട്ടിയുടെ അച്ഛനെയും അമ്മയെയും അവരുടെ ആധാർ കാർഡും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവനെ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചയക്കും, ഇവിടെ നിൽക്കാൻ പറ്റില്ല, അവർക്ക് വേണ്ട ട്രെയിനിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തോളും, ആ കുട്ടിയെ വിട്ടുതരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവനവിടെ വന്ന് ബഹളമൊക്കെ വെച്ചു. പക്ഷെങ്കിൽ ഇവിടുത്തെ നിയമം അതാണ്. അവിടെ ഒരു പോലീസ് വന്നു, അവരിടപെട്ടു. അങ്ങനെ ആ കുട്ടിയെ അവിടെ ചൈൽഡ് ലൈൻ ഓഫീസിൽ ആക്കിയിട്ട് പോയി. ഞാൻ അപ്പോഴാണ് ഒരു കാര്യം ചിന്തിച്ചത്. ദസറയുടെ സമയത്ത് ഞങ്ങൾക്ക് മൈസൂരേക്ക് ഒരു ടൂർ പോകാൻ സാഹചര്യം ഉണ്ടായി. അങ്ങനെ മൈസൂർ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. മൈസൂർ പോയ സമയത്ത് കണ്ടൊരു കാഴ്ച, അവിടുത്തെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ചെറിയ കുഞ്ഞുങ്ങൾ ജോലി ചെയ്യുന്നു. എൻ്റെ ഇളയ മകൻ്റെ പ്രായമുള്ള ഒരു 4 വയസ്സ്, 4.5, 5 വയസ്സൊക്കെ പ്രായം തോന്നിക്കുന്ന കുട്ടികൾ ബലൂണും മറ്റ് സാധനങ്ങളുമായിട്ട് ആളുകളുടെ അടുത്തുകൊണ്ട് ചേട്ടാ വാങ്ങിക്കണം, ചേട്ടാ എന്നല്ല അവരുടെ ഭാഷയിൽ ബായ് ഇതൊന്ന് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കാലിനങ്ങ് ചൊറഞ്ഞ് മറിഞ്ഞ് അവർ നമ്മളെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ ഈ ചെറിയ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് ഒരു മനസ്സലിവ് തോന്നും. അങ്ങനെ ആ സാധനം വാങ്ങിക്കും. അങ്ങനെ അവിടെ വിൽപ്പനക്ക് വേണ്ടിയിട്ട് ഇത്തരം സാധനങ്ങൾ വിൽപ്പനക്ക് വേണ്ടി കുട്ടികളെ ഉപയോഗപ്പെടുത്തുന്നു, വളരെ ചെറിയ കുട്ടികളെ. അതിൽ നമ്മൾ വാഹനവുമായിട്ട് ഇതായിട്ട് വരുമ്പോൾ മറ്റൊരു സ്ഥലത്ത് തൊഴിലെടുക്കുന്നു, ഹോട്ടലിൽ പണിയെടുക്കുന്നു. ഈ കേരളത്തിന് പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇതാണ് സ്ഥിതി. കേരളത്തിലെ കുട്ടികൾ സുരക്ഷിതരായിട്ടും ബാലാവകാശ കമ്മീഷൻ പോലുള്ള കമ്മീഷനുകളുണ്ട്. ഇവിടെ ബാലവേലയില്ല, ബാലഭിക്ഷാടനമില്ല. പക്ഷെ കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ചപ്പോൾ കണ്ടത് അവിടെയൊക്കെ കുട്ടികളാണ് ജോലി ചെയ്യുന്നത്. അത് കൃഷിയിടത്തിലായാലും കമ്പനികളിലായാലും എല്ലാം. അതൊന്നും ഒരു നിയമപരമായ പ്രശ്നങ്ങളേ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേന്ദ്ര ബാലാവകാശ കമ്മീഷന് ഒരു തോന്നൽ, ഇവിടുത്തെ കുട്ടികൾ ആ ബാലാവകാശ കമ്മീഷൻ്റെ ഒരു ഇടപെടൽ മദ്രസയിൽ പോകുന്നത് ഒരു പ്രശ്നമായിട്ട് അവർ കണ്ടത്. കുട്ടികൾ മദ്രസയിൽ പഠിക്കുന്നത് ഒരു പ്രശ്നം, രാവിലെ എഴുന്നേറ്റ് മദ്രസയിൽ പോകുന്നത്, രാത്രിയിൽ മദ്രസയിൽ പോകുന്നത് ഒരു ബാലപീഡനം പോലെയോ അല്ലെങ്കിൽ കുട്ടികളെ അമിത ഭാരം അടിച്ചേൽപ്പിക്കുന്നതോ അങ്ങനെ എന്തോ ഇതായിട്ട് അവർ കണ്ടെത്തി. അപ്പോൾ അവർ കണ്ടെത്തിയത് മദ്രസയെ മാത്രമാണ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇവിടെ കുട്ടികളൊക്കെ സുരക്ഷിതമാണ്, പക്ഷെ അവിടെ കുട്ടികൾ ജോലി ചെയ്യുമ്പോൾ അതൊന്നും ബാലാവകാശ കമ്മീഷൻ കണ്ടിട്ടില്ല. കേരളത്തിലാണ് ഒരു കുട്ടി ഹോട്ടലിൽ തൊഴിലെടുത്തിട്ടുണ്ടെങ്കിൽ, കേരളത്തിലാണ് ഒരു കുട്ടി ഇതുപോലെ ബലൂൺ വ്യാപാരവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ബാലാവകാശ കമ്മീഷൻ അവരെ കസ്റ്റഡിയിലെടുക്കും, അവരുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കപ്പെടും. കുട്ടികൾ ഇപ്പോൾ പഠിക്കുകയാണ് വേണ്ടത്, അവർ ജോലി ചെയ്യേണ്ടവരല്ല എന്ന് കേരളത്തിലെ ബാലാവകാശ കമ്മീഷൻ ശക്തമായ നിലപാടെടുക്കുന്നുണ്ട്. ഈ നിലപാടാണ് കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ എടുക്കേണ്ടത്. കുട്ടികളെ തൊഴിലിടങ്ങളിൽ തൊഴിലെടുപ്പിക്കാതെ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താറുണ്ട്. അല്ലാതെ മദ്രസ പൂട്ടിച്ചത് കൊണ്ട് ഇവിടെ ഏത് ബാലൻ്റെ പീഡനമാണ് ഇല്ലാതാകുക? കുട്ടികൾ അധ്വാനിക്കുകയാണ്. മദ്രസ പഠനം എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. രാവിലെ എഴുന്നേറ്റ് രാവിലെ കുട്ടികൾ പഠിക്കുക എന്ന് പറയുന്നത് അവരുടെ ബുദ്ധിയെ വികസിപ്പിക്കും, അവർക്കത് നല്ല കാര്യങ്ങളാണ്. അങ്ങനെ
അവരുടെ ആ വേദങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നതാണ് പ്രയാസമെന്ന് കാണുന്നവർ മനസ്സിലാക്കേണ്ടത്. അത് അവർ പഠിക്കുന്നതിലൂടെ അവർക്ക് ഒത്തിരി നന്മകളുണ്ട്. നമ്മുടെ നാട്ടിൽ നിരവധിയായ ഇസ്ലാമിക സഹോദരങ്ങളുണ്ട്. അവർക്ക് മറ്റുള്ളവരോട് കരുണയുണ്ട്, ദയയുണ്ട്, അവർക്ക് സ്നേഹമുണ്ട്. അപ്പം അത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലതൊക്കെ ഒന്നടവട്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് അതങ്ങനെയല്ലേ ഇവനിങ്ങനെയല്ലേ എന്നൊക്കെ പറയാം. അതെല്ലാത്തിലും ഉണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചില ആളുകൾ. അതൊഴിച്ചു കഴിഞ്ഞാൽ എന്ത് സ്നേഹമാണ് അവർക്ക്. എനിക്ക് പരിചയമുള്ള ഇരിക്കൂർ പട്ടണം, അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ ഇരിക്കൂറിൻ്റെ ഭാഗത്ത് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇന്നും വളരെ സന്തോഷകരമായിട്ട് ആരോഗ്യകരമായിട്ട് ജീവിക്കാൻ കാരണം ഇരിക്കൂറിൻ്റെ പ്രദേശത്തായതുകൊണ്ടാണ്. കാരണം ഇവിടെയുള്ള ഒരു പറ്റം ജനത, ഇരിക്കൂർ ടൗണിനടുത്ത് മണ്ണൂർക്കടവ് പാലത്തിൻ്റെ അടുത്ത് ഒരു DJ തട്ടുകടയുണ്ട്. DJ തട്ടുകട എന്ന് പറഞ്ഞൊരു ഹോട്ടൽ, നല്ല രുചികരമായ ആഹാരം കിട്ടുന്ന സ്ഥലമാണ്. അവിടുത്തെ മുതലാളി നവാസ്ക, അവരോട് കൂടെയുള്ള സുഹൃത്ത് അങ്ങനെ കുറേ ആളുകളുണ്ട് അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ളവർ. അവരുടെ സുഹൃത്തുക്കൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളോടൊക്കെ ഒരുപാട് ദയാണ്. അവരോട് വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടു, അവരൊന്നടങ്കം ഒരുപറ്റം ആളുകൾ എൻ്റെ ജാതിയോ മതമോ നോക്കാതെ അവർ വന്നു. സാമ്പത്തികമായ പ്രതിസന്ധി ഉള്ളപ്പോൾ അവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് അവർ സഹായിച്ചു. അപ്പോൾ അവരെങ്ങനെയാണ്, എൻ്റെ മക്കൾ പോയി കഴിഞ്ഞാൽ നല്ല ഫുഡ് അവർക്ക് കൊടുക്കും. സാമ്പത്തികമായ പ്രതിസന്ധികൾ എൻ്റെ വീട്ടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവരകമഴിഞ്ഞ് സഹായിച്ചു. അതുപോലെ തന്നെ ഒരു മുഴക്കുന്നിലുള്ള ഒരു സഹോദരി ശൈലജിക്ക് യൂട്രസിൽ ഒരു വലിയ പ്രശ്നം വന്നു. അവർ അടിയന്തരമായിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അവരോരോ പള്ളികളുടെ മുമ്പിലും പോയിട്ട് പിരിവെടുക്കുകയായിരുന്നു, ഓരോ പള്ളികളുടെയും മുമ്പിൽ പോയിട്ട്. അതുപോലെ ഇരിക്കൂർ പള്ളീൻ്റെ മുമ്പിലും അവർ വന്നു. പല പള്ളികളിലും പോയപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള തുക ലഭിച്ചില്ല. എന്നാൽ ഇരിക്കൂർ പള്ളിയിലേക്ക് വന്നു. ഇരിക്കൂർ പള്ളിയിൽ വന്നപ്പോൾ പള്ളി ഇറങ്ങി വരുമ്പോൾ ജുനൈദ് എന്ന് പറയുന്ന ആ സുഹൃത്ത് അവരെ കണ്ടു. അവരുടെ മെഡിക്കൽ റെക്കോർഡ്സുകൾ വാങ്ങി. ഞാനീ പറഞ്ഞ തട്ടുകട DJ നവാസ് ഖാൻ്റെ കടയിൽ വന്നു. അവരാലോചന നടത്തി. അവരെന്നോട് ഇതിൻ്റെ ചില കാര്യങ്ങൾ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഇന്ത്യൻ മെഡിക്കൽസ് ഉണ്ട്, അവിടെ പോയി അവരോട് കാര്യങ്ങൾ ചോദിച്ചു. അവരങ്ങനെ മറ്റ് ഡോക്ടേഴ്സിനോട് ചോദിച്ചു. അവരുടെ രോഗം എത്ര ഗുരുതരമാണെന്ന് അവർ മനസ്സിലാക്കി. അവരുടെ സുഹൃത്തുക്കളെ വെച്ചുകൊണ്ട് അവരുടെ ഓപ്പറേഷനുള്ള പണം കണ്ടെത്തി അവരെ മിംസ് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വെച്ച് അവരുടെ ഓപ്പറേഷൻ നടത്തി കൊടുത്തു. മുഴക്കുന്നുള്ളൊരു ചേച്ചിയാണ്. അപ്പോൾ ഇതുപോലുള്ള നിരവധിയായ കാര്യങ്ങൾ ഇവർ ചെയ്യാൻ കാരണം അവർക്ക് ബാല്യം മുതലേ നൽകിയിരിക്കുന്ന ഒരു പഠനത്തിൻ്റെ ഭാഗമാണ്. ആ പഠനം മദ്രസയിൽ പഠിച്ചതിൻ്റെ ഭാഗമാണ്. എനിക്ക് ഇപ്പോഴും പേരറിയാത്തൊരു സുഹൃത്തുണ്ട്. ഇപ്പോൾ അവരോട് പേര് ചോദിക്കാൻ മടിയാ, നാടും പേരും ചോദിക്കാൻ. എൻ്റെ വണ്ടി എവിടെ കണ്ടു കഴിഞ്ഞാലും അവരുടെ വാഹനത്തിൽ അവർ ഫ്രൂട്ട്സ് വിൽക്കുന്ന വിൽപ്പനക്കാരനാണ്. അവരുടെ വാഹനത്തിൽ ആപ്പിളാണോ മുന്തിരിയാണോ വത്തക്കയാണോ എന്താണുള്ളത് അത് ധാരാളം എൻ്റെ വണ്ടിയിലേക്ക് കൊണ്ടുവെക്കും. ഇതിനെണ്ണ വേണ്ടി നിങ്ങളെടുത്തോ, നിങ്ങളുടെ മക്കൾക്കും നിങ്ങളും കഴിച്ചോ. എന്ത് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കത് വാങ്ങിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഈ കഴിഞ്ഞ ആഴ്ച കുറേ നാരങ്ങയും ഉറുമാമ്പഴവും എൻ്റെ വണ്ടിയിൽ വെച്ചിട്ട് പോയി. എന്നിട്ട് തൊട്ടടുത്തുള്ള കടക്കാരനോട് പറഞ്ഞ് ഞാൻ വെച്ചതെന്ന് പറഞ്ഞ അദ്ദേഹത്തോട് വന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾ, നിരവധിയായ ആളുകൾ അങ്ങനെ. എൻ്റെ മക്കൾക്ക് സൈക്കിൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം പ്രയാസപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മക്കൾ പലപ്പോഴും സൈക്കിളിന് വേണ്ടി ആവശ്യപ്പെടുമായിരുന്നു. അങ്ങനെ സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടി ഒരു കുടുക്കയിൽ പണം നിക്ഷേപിച്ചു. കുടുക്കയിൽ പണം നിക്ഷേപിച്ചപ്പോഴാണ് ഒരു സഹോദരിക്ക് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയം വന്നത്. അപ്പോൾ എൻ്റെ മകൻ പറഞ്ഞു, അച്ഛാ ഇത് നമുക്ക് അവർക്ക് കൊടുക്കാം. അത് ഞാൻ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ സ്കൂളിൽ ഒരു ഇത് വന്നപ്പോൾ മകന് അത് കൊണ്ടു കൊടുത്തു. ആ പൈസ വാങ്ങിയപ്പോൾ ഒരു ഗോപി മാഷ് പറഞ്ഞത് സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടി വെച്ച ഒരു നല്ലൊരു ലേഖനം ഉണ്ടായിരുന്നു, അത് എൻ്റെ അടുത്ത് നഷ്ടപ്പെട്ടു പോയി. വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പണം വെച്ച ഈ വളരെ പ്രയാസം അനുഭവിക്കുന്ന കുട്ടി അത് ചികിത്സക്ക് വേണ്ടി കൊടുത്തു എന്ന് പറഞ്ഞു എൻ്റെ മക്കളെ കൊണ്ട്. എന്നിട്ട് പറഞ്ഞു അവർ സൈക്കിളിന് വേണ്ടി വെച്ചതാണ്, ആർക്കെങ്കിലും തോന്നട്ടെ അവർക്കൊരു സൈക്കിൾ വാങ്ങിക്കൊടുക്കായിരുന്നു. കാലങ്ങൾ നീണ്ടുപോയി, നമുക്ക് സൈക്കിൾ വാങ്ങിക്കാൻ പറ്റിയില്ല. അങ്ങനെ നീണ്ടുപോയപ്പോഴാണ്
ഒരു സുഹൃത്തിനെ പരിചയപ്പെടുന്നത്. എൻ്റെ ഭാര്യയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഷർമിന അബൂബക്കർ. അവർ ഉളിയിലാണ് താമസം. ഷർമിനയായി ബന്ധപ്പെട്ട് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അവർ പരിചയപ്പെടാനിടയായത്. വീണ്ടും അതിന് അവരുമായിട്ടുള്ള ബന്ധങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോവുകയായിരുന്നു. അവരാണ് പുന്നാട് ടൗണിൽ, പുന്നാട് പിന്നെ ആ കുന്നിന് ബൈറൂത്ത് എന്ന് പറയുന്ന നല്ല മന്തിക്കട നടത്തുന്ന ഒരു ആളാണ്. പലപ്പോഴും ഞങ്ങളെ അവിടേക്ക് വിളിക്കും, മന്തി എൻ്റെ മക്കൾക്ക് മന്തി കൊടുക്കും. ഞങ്ങൾ പോയിട്ടില്ലെങ്കിൽ അവരത് എൻ്റെ വീട്ടിലേക്ക് ഡെലിവറി എത്തിക്കും. ഷർമിനക്ക് ആ മനസ്സുണ്ടാകാൻ കാരണം ഷർമിന മദ്രസയിൽ പഠിച്ചതാണ്. അതുകൊണ്ടാണ്. അവിടെ തീർന്നിട്ടില്ല. ഷർമിനയുടെ ഭർത്താവ് ഒരു കാലത്തും നമ്മളെ കണ്ടിട്ടില്ല. ഭർത്താവിൻ്റെ ജ്യേഷ്ഠനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഹാരിഫ്, അവർ പൂനെയിലാണ്. ആ പൂനെയിലുള്ള ഹാരി ഒരിക്കൽ ഷർമിനയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മക്കൾക്ക് സൈക്കിൾ വേണം, ഞങ്ങൾ സൈക്കിൾ വാങ്ങിത്തരും. അവരിവിടെ അവരുടെ ഷർമിനയുടെ ഉപ്പയും അബൂബക്കർക്കും ഷർമിന ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ ഇത് കണ്ടപ്പോൾ എൻ്റെ മക്കൾക്ക് സൈക്കിൾ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവരാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. അപ്രതീക്ഷിതമായ ഒരു ദിവസം മട്ടന്നൂർ ടൗണിൽ പോയപ്പോൾ എൻ്റെ മക്കൾക്ക് 2 സൈക്കിൾ വാങ്ങിച്ചു തോന്നും. ആർക്കെങ്കിലും തോന്നും, ഹാരിക്ക് തോന്നി. അതാണ് ഹാരി. ആ ഹാരിക്ക് അങ്ങനെ തോന്നാനുണ്ടായ കാരണം എന്തുകൊണ്ടാണ്? ഹാരിക്ക് തോന്നാനുണ്ടായ കാരണം ഹാരിയെ ബാല്യത്തിലെ പഠിപ്പിച്ചിരിക്കുന്നത് മദ്രസയിലാണ്. മദ്രസയിൽ ഇത്തരം ഗുണകരമായ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ചർച്ചുകളിൽ, സൺഡേ ക്ലാസ്സുകളിൽ ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ നമുക്കിങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാതായിപ്പോയി. നമുക്കിങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാതായിപ്പോയതിന് മറ്റുള്ളവൻ്റെ മെക്കെട്ട് കയറിയതിനെ കൊണ്ട് കാര്യമില്ല. നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമ്മുടെ മക്കൾക്കും ബാല്യത്തിലെ മതത്തിൻ്റെ അതുപോലെ തന്നെ നന്മകളുടെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഭാരവാഹികൾ തയ്യാറാക്കുകയാണ്. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു ഇതിലേക്ക് കടക്കുമ്പോഴത്തേക്ക് അതിനകത്ത് രാഷ്ട്രീയം വരുന്നു, അതിനകത്ത് വർഗീയത വരുന്നു. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോഴേക്ക് അത് മറ്റൊരു തലത്തിലേക്ക് മാറുന്നതുകൊണ്ടാണ് നമുക്ക് നമ്മളെ മക്കളെ ഗീതാ ക്ലാസ്സിനും മറ്റും പറഞ്ഞേക്കാൻ വേണ്ടി പറ്റാതെ വരുന്നത്. പക്ഷെ ഇവിടെ ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയെ വർഗീയത പഠിപ്പിക്കുന്നില്ല, അവരെ രാഷ്ട്രീയം പഠിപ്പിക്കുന്നില്ല, അവരെ മതബോധം മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. വിചാരധാരയിൽ കൃത്യമായി പറയുന്നുണ്ട്, ബാല്യത്തിലെ അവരുടെ ഉള്ളിൽ ദേശബോധവും മതബോധവും കൊടുക്കണമെന്ന്. അത് കൊടുക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ ബാലാവകാശ കമ്മീഷൻ എല്ലാവർക്കും അവരവരുടെ മതത്തിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്താൽ പോരെ? അത് മദ്രസേൻ്റെ വെട്ടിക്ക് കയറിയിട്ട് കാര്യമുണ്ടോ? മദ്രസ പൊട്ടിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? മദ്രസകൾ ഇവിടെ നിലനിൽക്കണം. മദ്രസകൾ വളർന്നു വരുമ്പോൾ ഇതുപോലെ നിരവധിയായ നിരാലംബരക്ക് ആശ്രയമായി തീരും, അത്താണിയായി തീരും. കാരണം അവർ വർഷത്തിൽ ഒരു തവണ നോമ്പ് നോൽക്കുമ്പോൾ, എല്ലാ വെള്ളിയാഴ്ചയും പള്ളികളിൽ പോകുമ്പോൾ, അവരെ കുത്തുബയിലും അവരുടെ മതപ്രഭാഷണങ്ങളിലും അവരുടെ മദ്രസ പഠനത്തിലും മറ്റുള്ളവർക്ക് കൊടുക്കണം. നിന്റെ അയൽവക്കത്ത് ഒരാൾ പട്ടിണി നടക്കുന്നുണ്ടെങ്കിൽ അവരുടെ വിശപ്പ് മാറ്റണം എന്ന് പഠിപ്പിക്കുന്ന ആ സംവിധാനം ഇവിടെ ഉണ്ടാകണം. ഒരു അബൂബക്കർക്കുണ്ട്, പടിയൂർ പഞ്ചായത്തിലെ പടയങ്കോട് വാർഡിലെ മെമ്പറാണ്. അബൂബക്കർക്ക് കടുത്ത ലീഗുകാരനാണ്. പക്ഷേ അബൂബക്കർക്ക് എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ഓണവും വിഷുവും അതും പെരുന്നാളുകളും വരുമ്പോൾ വീട്ടിലേക്ക് സമൃദ്ധിയായ ആഹാരങ്ങൾ ഞങ്ങൾക്ക് എത്തിച്ചു കൊണ്ടുവരും. ഞങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അബൂബക്കർക്ക് ആരെങ്കിലും പറഞ്ഞു വെച്ച് ഞങ്ങളെ സഹായിക്കും. അവർക്ക് അങ്ങനെ ഒരു മനസ്സ്, അവരുടെ ഉള്ളിൽ തീവ്രമായ മതചിന്ത മാത്രമാണ് വളർത്തുന്നതെങ്കിൽ അവർ ഒരിക്കലും എന്നെ സഹായിക്കാൻ വരില്ല. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എന്നെപ്പോലെ നിരവധിയായ ആളുകൾ സഹായങ്ങൾ ഇത്തരം ആളുകളിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. അത്തരം ആളുകളിൽ നിന്ന് ലഭ്യമാകുന്നതിൻ്റെ കാരണം നീ പ്രയാസം അനുഭവിക്കുന്നതാണ്, ഞാൻ പ്രയാസം അനുഭവിക്കുന്നതാണ് എന്ന് ഒരു ഇസ്ലാമിക സഹോദരൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുമ്പോൾ അവർ ആ വേദന സ്വന്തം വേദനയായി ഏറ്റെടുത്ത് അവരെ സഹായിക്കാൻ വേണ്ടി തയ്യാറാകുന്നുണ്ട്. അത് ഈ പഠനത്തിലൂടെയാണ്, അത് ഈ ബാല്യത്തിലൂടെ അവരെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് മദ്രസകൾ പൊട്ടിക്കുകയല്ല വേണ്ടത്. നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ബാലവേലയും ബാലഭിക്ഷാടനവും കുട്ടികളെ ഉപയോഗിച്ചു കൊണ്ടുള്ള അത്തരം പ്രവൃത്തികൾ നിർത്താൻ വേണ്ടിയാണ് കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഇവിടെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക്, അത്താണിയായി തീരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയല്ല ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ സിസ്റ്റം ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്കാരം.